അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹദീദ് 9 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പം ഈ ആയത്തുകളുടെ ഒരു വിഷയം ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, പിന്നെ അതിനുശേഷം ഈമാനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈമാൻ്റെ ഒന്നിച്ച് തന്നെ ചിലവഴിക്കുന്നതിനെ കുറിച്ച്, ഇൻഫാക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം കഴിഞ്ഞ 2 ആയത്തിൽ ഈമാൻ തന്നെ അള്ളാഹു നമ്മളിൽ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി പിന്നെ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ നമ്മൾ ഓർമ്മ ഉണ്ടാവും ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യം, അതേപോലെ റബ്ബ് എന്നുള്ള പ്രയോഗം, പിന്നെ മീസാക്ക്, പിന്നെ അള്ളാഹു നമ്മൾ തമ്മിലുള്ള കരാറിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, പിന്നെ ളുലുമാത്തി ഇലന്നൂർ, പിന്നെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച്, പിന്നെ അള്ളാഹു അർ റഊഫ് എന്ന അള്ളാഹിൻ്റെ നാമം. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈമാനെ തന്നെ അള്ളാഹു എന്ത് ചെയ്യാണ്, നമ്മളെ ഒന്നും കൂടി പ്രചോദിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അടുത്ത 2 ആയത്തുകളിൽ ഇപ്പം പിന്നെ അത് 8ഉം 9ഉം ആയത്തായിരുന്നു. 7ാമത്തെ ആയത്തിലാണ് അള്ളാഹു ഈമാനും ഇൻഫാക്കും ഒരുമിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുക, അതുപോലെ ചെലവഴിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 2 ആയത്തുകളിൽ ഈമാനെയാണ് സ്ട്രെസ് ചെയ്ത്. അടുത്ത 2 ആയത്തിൽ ഇൻഫാക്കിനെ പിന്നെ ഈമാനെ സ്ട്രെസ് ചെയ്ത പോലെ തന്നെ മറ്റൊരു ശൈലിയിൽ പഠിപ്പിക്കുന്നതാണ് അടുത്ത 2 ആയത്തുകൾ. ആയത്തിലേക്ക് നോക്കിയാൽ വമാലക്കും അല്ല തുംഫിക്കു ഫീ സബീലില്ല. അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ ഓർമ്മ ഉണ്ടാവും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. ഇവിടെ ചോദ്യം വമാലക്കും അല്ല തുംഫിക്കു ഫീ സബീലില്ല, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നില്ല. അപ്പോൾ ഇൻഫാക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്, ഒരു തുരങ്കം എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്. അപ്പം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എപ്പോഴും ഒരു തുറസ് ഉണ്ടാകുന്നതിനെ കൊണ്ടാണ് ഇൻഫാക്ക് എന്ന പദം ഉപയോഗിക്കുന്നത്. വമാലക്കും അല്ലാ തുംഫിക്കു ഫി സബീലില്ലാഹി. എന്നിട്ട് അള്ളാഹു അതിൻ്റെ ലോജിക്ക് പറയാണ് ആ ചോദ്യത്തിനുള്ള. വലില്ലാഹി മീറാസു സമാവാത്തി വല്ലർള്. അള്ളാഹുവിൻ്റേതാണ് മീറാസ്. മീറാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വറസ് എന്നുള്ള റൂട്ടിൽ നിന്ന് വരുന്നതാണ്. വറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരാവകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരാളെ കയ്യിലുള്ള സ്വത്ത് കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ അനന്തരാവകാശം എന്ന് പറയുക. അപ്പോൾ പിന്നെ അയാളതാകും എന്ത്? പൂർണ്ണമായിട്ടും ആ സ്വത്ത്. അപ്പോൾ അള്ളാഹിൻ്റെ ഒരു പേര് അൽ വാരിസ് എന്നുള്ളത് അള്ളാഹിൻ്റെ ഒരു പേരാണ്. എനിക്ക് തോന്നുന്നത് തീരെ ചർച്ച ചെയ്യാത്തയും ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന പേരായിരിക്കും അള്ളാഹിൻ്റെ അൽ വാരിസ് എന്നുള്ള പേര്. അൽ വാരിസ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അനന്തരാവകാശമുള്ളവൻ എന്നാണ് പിന്നെ അതിൻ്റെ അർത്ഥം. അപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അവസാനം അവനിലേക്കാണ് പോകുന്നത് എന്ന മീനിങ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നത് വലില്ലാഹി മീറാസു സമാവാത്തി വല്ലർള്, പ്രപഞ്ചത്തിൻ്റെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ മീറാസ്, അനന്തരാവകാശം അവനായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നില്ല? എന്നിട്ട് അള്ളാഹു വേറൊരു ലോജിക്ക് പറയാണ്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹ്. ലാ യസ്തവി, സവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ. ലാ യസ്തവി ഒരേപോലെയല്ല, മിൻകും നിങ്ങളിൽ, മൻ അൻഫഖ ചിലവഴിച്ചവർ, മിൻ ഖബ്ലിൽ ഫതഹ്. ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം. അപ്പോൾ ഇതിന് 2 അർത്ഥങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മക്കം ഫതഹ് ആകാം ഇത്, അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയാകാം. രണ്ടിനെയും ഖുർആൻ വലിയ വിജയങ്ങളായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് നിങ്ങളിൽ മക്കം ഫതഹിന് മുന്നേ ചിലവഴിച്ചവരും വഖാത്തൽ യുദ്ധം ചെയ്തവരും ഒരേപോലെയല്ല. എന്ന് വെച്ചാൽ അതിന് ശേഷം ചിലവഴിച്ചവരും അതിന് മുന്നേ ചിലവഴിച്ചവരും എന്തല്ല? ഒരേപോലെയല്ല. ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. ഉലൈക അഅ്ളമു ദറജ, അവർക്ക് എന്തുണ്ട്? കുറച്ചും കൂടി ഉയർന്ന ദറജ ഉണ്ട്. ആരിൽ നിന്നും? മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു, ഫതഹിന് ശേഷം ചെലവഴിച്ചവരിൽ നിന്നും യുദ്ധം ചെയ്തവരിൽ നിന്നും വ്യത്യസ്തമുണ്ട്, അല്ലെങ്കിൽ ഒരേപോലെയല്ല. അതേസമയം വകുല്ലം വഅദല്ലാഹുൽ ഹസ്ന, 2 പേർക്കും അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
ദറജ വ്യത്യാസമാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. 11ാമത്തെ ആയത്തിൽ മന്ദല്ലദി ഒരു ചോദ്യമാണ്. മന്ദല്ലദി നിങ്ങളിൽ ആരുണ്ട് യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹുവിന് കർള് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം എന്ന് പറഞ്ഞാൽ എന്താ? കടം എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന ഉറപ്പിൽ നമ്മൾ കൊടുക്കുന്നതാണ് കടം. അപ്പോൾ അള്ളാഹുവിന് കർളൻ ഹസന, ഏറ്റവും ഉത്തമമായ കടം കൊടുക്കുന്നവർ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ കൊടുത്താൽ ഫയുളാഇഫഹു ലഹു, അള്ളാഹു എന്ത് ചെയ്യും? അതിനെ ഇരട്ടിപ്പിച്ചു കൊടുക്കും. വലഹു അജ്റുൻ കരീം എന്ന് മാത്രമല്ല, അവർക്ക് എന്തുണ്ട്? അജ്റുണ്ട്, വളരെ പ്രതിഫലമുണ്ട്. കരീം എന്നുള്ളത് അള്ളാഹിൻ്റെ മറ്റൊരു പേരാണ്. മാന്യമായ എന്നാണ് അതിൻ്റെ അർത്ഥം. മാന്യമായ പ്രതിഫലമുണ്ട്. അപ്പം എന്താണ് ഈ ആയത്തുകളുടെ വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്ത്? വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചതുപോലെ വമാലക്കും അല്ല തുംഫിക്കു ഫീ സബീലില്ലാ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈമാനും അൻഫക്കയും ഓൾറെഡി പറഞ്ഞതിന് ശേഷം ഈമാനിനെ കുറിച്ച് എന്ത് ചെയ്തു? അള്ളാഹു വ്യത്യസ്തമായി വിശദീകരിച്ചു. ഇനി ഇൻഫാക്കിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുകയാണ്. അപ്പം അള്ളാഹു ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ആവശ്യം വരുമ്പം അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തുകൊണ്ട് നമ്മൾ ചെലവഴിക്കുന്നില്ല എന്ന് നമ്മളോട് ചോദിച്ചാൽ തന്നെ അതിന് കുറേ ഉത്തരവും നമ്മൾ തന്നെ നന്നാകാൻ അത് മതി. നമ്മൾ എന്തുകൊണ്ടാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കാനാണ് അള്ളാഹു ആദ്യം പറയുന്നത്. ഈ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ആ ചോദ്യം എന്നുള്ള ഭാഗം അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ആയത്തിലേക്ക് വന്നാൽ പിന്നെ അള്ളാഹ് പറയുന്നത് വലില്ലാഹി മീറാസു സമാവാതി വൽ അർള്. അതിൻ്റെ ലോജിക്ക് പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല? അള്ളാഹുവിനാണ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാത്തിൻ്റെയും അനന്തരാവകാശം എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് എന്താണ് നിങ്ങളുടെ ചിന്ത? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ളതെല്ലാം, അത് സമ്പത്തായാലും മക്കളായാലും എല്ലാ കാര്യങ്ങളും അവസാനം പോകുന്നത് അള്ളാഹുവിലേക്കാണ്. അങ്ങനെ ആയിരിക്കെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഈ മീറാസ് എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ അൽ വാരിസ് എന്നുള്ള പ്രയോഗം നിങ്ങൾ സൂറ ഹദീദിൻ്റെ ആദ്യത്തെ ആയത്തുകളെ കുറിച്ച് ആലോചിച്ചാൽ ആദ്യത്തെ ആയത്തിലെ എല്ലാ പ്രയോഗവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? സമാവാത്തിൻ്റെയും അർളിൻ്റെയും മുൽക്ക് ആരുടെ കയ്യിലാണ്? അള്ളാഹിൻ്റെ കയ്യിലാണ്. അതിൻ്റെ മറ്റൊരു വശമാണെന്ത്? സമാവാത്തിലും അർളിലുമുള്ള എല്ലാത്തിൻ്റെയും അനന്തരാവകാശം അവനിലാണ്. അതേപോലെ അള്ളാഹു അവിടെ പഠിപ്പിച്ചാണ് ഹുവൽ അവ്വലു വൽ ആഖിർ, അവനാണെന്ത്? ആദ്യമുള്ളവനും അവസാനമുള്ളവനും അവനാണ്. അപ്പൊ അവസാനം അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പോകുന്നത് അവനിലേക്കാണ്. പിന്നെ അള്ളാഹു ആയത്തിൽ പഠിപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും തിരിച്ചു പോകുന്നത് അവനിലേക്കാണ്. യർജൗ എന്ന് വെച്ചാൽ എല്ലാം തിരിച്ചു പോകുന്നത് അവനിലേക്കാണ് എന്നതിൻ്റെയും നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇതിൽ ചേർത്ത് വായിക്കാം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അള്ളാഹു ചെലവഴിക്കാൻ വേണ്ടി 7ാമത്തെ ആയത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞത് മുസ്തഖ്ലഫീന ഫീ എന്നാണ്. നിങ്ങളെ ഖലീഫയാക്കി വെച്ചിട്ടുള്ള ആ സ്വത്തിൽ നിന്നും നിങ്ങൾ എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല, ഞാനാണല്ലോ അതിൻ്റെ വാരിസ് എന്നാണ്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അള്ളാഹു ഒരേ വിഷയത്തിൻ്റെ പല ആംഗിൾ നമുക്ക് പറഞ്ഞു തരികയാണ്. പല ആംഗിളിലൂടെ നമ്മുടെ ചിന്തയെ ഉണർത്തുകയാണ്. നമ്മൾ ഖലീഫയാണ് എന്ന് പറയുമ്പോൾ അള്ള എന്താണ് ഉണർത്തുന്നത്? നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. അള്ള തന്ന ഈ പൈസയെ കൊണ്ട് അള്ള ഏൽപ്പിച്ചൊരു പണി ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഖലീഫയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെതാണ് ഇത് അനന്തരാവകാശം എന്ന് പറയുമ്പോൾ എന്താണ് തരുന്നത്? ഒന്നും നമ്മുടേതല്ല എന്നതാണ്. ഒന്നും നമ്മുടേതല്ല, നമുക്ക് താൽക്കാലികമായ ഉടമസ്ഥത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ഇത് നമുക്കൊരു ആപത്ത് വരുമ്പം, നമുക്കൊരു ജോലി നഷ്ടപ്പെടുമ്പം, നമുക്കൊരു മുസീബത്ത് വരുമ്പം അള്ളാഹ് പറയുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അതും ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ചേർന്ന് അള്ളാഹു ആണ് അൽ വാരിസ് എന്ന് പറയുന്നതിൻ്റെ ആണ് എന്ത്? നമ്മളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയി. അപ്പോൾ ആ മരണപ്പെട്ടു പോയതിനെ കുറിച്ച് നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ആർത്തട്ടഹസിച്ച് കരയാണോ വേണ്ടത്? നമ്മൾ നോക്കുമ്പം
അള്ളാഹു ആണ് ഇതിൻ്റെയൊക്കെ അവകാശി. അള്ളാഹുവിലേക്കാണ് അത് തിരിച്ചു പോകുന്നത്. നമുക്ക് കുറേ പൈസ നഷ്ടം വന്നു. ആ പൈസ നഷ്ടം വരുന്നതിന് ഒരു പരിധിയിലപ്പുറം നമ്മൾ ദുഃഖിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ, ആ പൈസ വന്നത് അള്ളാഹുവിൽ നിന്നാണ്, ആ പൈസയുടെ അവസാനത്തെ അവകാശിയും അവനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും ഇതും വരും. ഇതൊക്കെ എന്താണ് ഇസ്ലാം ഈ ഒരു ആംഗിളിൽ നിന്നും പറയുന്നതാണ്. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് പറയുന്ന മതമാണ്. നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു, നമ്മളൊരു പ്രശ്നം, നമ്മൾ മുസ്ലിമാണെന്ന് പറയുമ്പോഴും നമ്മുടെ ചിന്താഗതി ഭൗതികമാണ്. ചിന്താഗതി ഭൗതികമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഭൗതികമായ കാഴ്ചപ്പാടിലൂടെയാണ്. ഇസ്ലാം പിന്നെ സമ്പത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഒരുവിധം വിഷയങ്ങളിലൊക്കെ സ്ട്രെസ് എന്ത് ചെയ്യും, പോയി കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സമ്പത്തിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് അള്ളാഹു കൃത്യമായി പറയുന്നത് അള്ളാഹിൻ്റെതാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു ആംഗിളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. സമ്പത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ച് അള്ളാഹ് എന്താ പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയ പണമല്ല, അള്ളാഹ് തരുന്ന പണമാണ് എന്നാണ്. ഇത് വേറൊരു ആംഗിളാണ്. അതേപോലെ തന്നെ സമ്പത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് നിങ്ങൾ ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ അധ്വാനിക്കുമ്പോൾ എനിക്ക് പൈസ വരികയും ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ പൈസ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഭൗതികമായ കാഴ്ചപ്പാട്. ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ്, ഞാൻ അധ്വാനിക്കണം, ഞാൻ സൂക്ഷിക്കണം. ഇത് രണ്ടും നമ്മൾ ചെയ്താലും അള്ളാഹ് തരുന്നതും അള്ളാഹ് കൂട്ടുന്നതും കുറക്കുന്നതുമാണ് പൈസ എന്ന് പറയുന്നത് എന്താണ്, സമ്പത്തിനെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ചെലവഴിക്കുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെ കുറിച്ചും ഇസ്ലാമും ഭൗതികതയും തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ഭൗതികമായിട്ട് നിങ്ങളൊരു സമ്പത്ത് ചെലവഴിക്കുമ്പം 500 റിയാൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് പല കാൽക്കുലേഷൻ ഉണ്ടാവും, ഈ 500 റിയാൽ അതുകൊണ്ട് ഇതാവും എന്നൊക്കെ. അള്ളാഹ് പറയുന്നത് നിങ്ങൾ ആ 500 റിയാൽ ഫീ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിലാവുമ്പോൾ അത് 10,000ൻ്റെ ഗുണം ചെയ്യുമെന്നും, നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന് ചിലപ്പോൾ 500ൻ്റെ വില പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ തന്നെ കാഴ്ച. അപ്പം ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ലളിതമല്ല. അത് നമ്മുടെ മനസ്സിൽ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ പറയുന്നതൊക്കെ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. ഇനി നിങ്ങൾ പിന്നെ നമ്മൾ മീറാസ് എന്നുള്ള പ്രയോഗം ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പിന്നെ പാഠങ്ങൾ നമുക്ക് കിട്ടും. അതിൽ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സൂറ മറിയമിൽ 39-40 ആയത്തിൽ അള്ളാഹു മഹ്ശറയിലെ രംഗം പറയാണ്. മഹ്ശറയിലെ രംഗം അൻവിറുഹും യൗമൽ ഹസ്റ എന്നാണ് പറയുന്നത്. അവരെ എന്ത് ചെയ്യാം, അവരെ നഷ്ടബോധത്തിന്റെ ദിവസത്തെ പറ്റി ഓർമ്മിപ്പിക്കുക. നഷ്ടബോധത്തിന്റെ ദിവസമാണ് എന്ത്, മഹ്ശറയിൽ. ഇത് കുദിയൽ അമ്ര്, അള്ളാന്റെ അമ്ര് വന്നു കഴിഞ്ഞാൽ വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ, അവരെന്ത് ചെയ്തു, അവർ അശ്രദ്ധയിൽ അകപ്പെട്ടവരായിരുന്നു ഈ ഭൂമിയിൽ. എന്നിട്ട് അള്ളാഹ് പറയാണ് എന്ത്, ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹ, ഞാനാണ് എന്ത്, ഈ ഭൂമിയിലെ എല്ലാത്തിൻ്റെയും അനന്തരാവകാശി എന്നുള്ളതിൽ അവൻ അശ്രദ്ധപ്പെട്ടപ്പോൾ, അവൻ പരലോകത്തെത്തിയപ്പോൾ അവന് നഷ്ടബോധത്തിൻ്റെ, അന്നേരമാണ് നമ്മൾ ആലോചിക്കുന്നത് പടച്ചോൻ്റെതായിരുന്നല്ലോ ഇത്, ഇതാണല്ലോ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എവിടെയും ചെലവഴിക്കാതെ വെച്ചത്, ഒരു മനുഷ്യന് ആവശ്യം വന്നപ്പോൾ കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചത് ഇതായിരുന്നല്ലോ എന്ന നഷ്ടബോധത്തിൻ്റെ വേദന വരും. അള്ളാൻ്റെതാണല്ലോ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. രണ്ടാമത് സൂറ ഹിജ്റിൽ 19 മുതൽ 23 വരെയുള്ള ആയത്തിൽ സുന്ദരമായിട്ട് അള്ളാഹു പ്രകൃതിയൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു അൽ വാരിസാണ് എന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വൽ അർള മദദ്നാഹ, ആദ്യം അള്ളാഹ് മാലിക്കും ഖദീറും എന്ന് വെച്ചാൽ എന്താണ്, എല്ലാത്തിനെയും അളന്ന് മുറിച്ച് സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നവനാണ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വൽ അർള മദദ്, ഞാൻ എൻ്റെ മലയാളം പറയാം. ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അളവ് നിർണയിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. അമ്പത്തിനാ ഫീഹ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ എന്നാണ്. അള്ളാഹു എന്ത് ചെയ്തു, നമ്മൾ ഈ കാണുന്ന പാടങ്ങൾ, ചെടികൾ എല്ലാം ആരാണ് ചെയ്തത്, അള്ളാഹു അളവ് കണക്കിൽ ഇതാക്കിയാണ്. വജഅൽനാ ലക്കും ഫീഹ മആയിഷ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, നിങ്ങൾക്കും നിങ്ങൾ ആഹാരം നൽകാത്തവർക്കും അതിൽ നിന്ന് ഉപജീവന മാർഗങ്ങൾ ഏർപ്പെടുത്തുന്നത് ആരാണ്, അള്ളയാണ്. എന്ന് വെച്ചാൽ ആദ്യം മുതൽ പിക്ചർ വരാണ്, ഒരു മൂവി, ഒരു നാടകം, ഒരു കഥ തുടക്കത്തിൽ മുതൽ പറയാണ്, നിങ്ങളതാണ് സമ്പത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഭൂമിയിലെ ഓരോന്നും, തെങ്ങും കവുങ്ങും എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കിയത് അള്ളയാണ്.
നിങ്ങൾക്കും നിങ്ങൾ ആഹാരം കൊടുക്കാത്തവർക്കും ആഹാരം കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരി മഅലൂം. യാതൊരു വസ്തുവും നമ്മുടെ പക്കൽ അതിൻ്റെ ഖജനാവുകൾ ഉള്ളതായിട്ടല്ലാതെ ഇല്ല. എല്ലാം ഒരു ഖദർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയാണ് എന്ത്? വഇന്നാ ലനഹ്നു നുഹീ വനുമീതു വനഹ്നുൽ വാരിസൂൻ. അതിനുശേഷം അള്ളാഹ് പറയണെന്ത്? നാമാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്, നാമാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, നാമാണ് ഏറ്റവും അവസാനം അനന്തരാവകാശം എടുക്കുന്നത് എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് വളരെ സുന്ദരമായിട്ട് ഇത് പറയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണ്. എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുമ്പം എന്തുകൊണ്ടാണ് ഞാൻ ചെലവഴിക്കാതിരിക്കുന്നത്? ഈ സമ്പത്തൊക്കെ ഏറ്റവും അവസാനം അൽ വാരിസിൻ്റെ അടുത്തേക്കല്ലേ തിരിച്ചു പോകേണ്ടത്? അനന്തരാവകാശം അവനല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ലോജിക്ക്. രണ്ടാമത്തെ ലോജിക്ക് ഈ ആയത്തിൽ പറയുന്നത് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാതൽ. ഇത് കൊടുക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അൽ വാരിസല്ലേ എന്ന് ചോദിച്ചു. ഇനി അള്ളാഹ് പറയുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത, നമ്മൾ ആലോചിക്കാത്ത ഒരു പോയിന്റാണ്. അള്ളാഹ് പറയുന്നത് കൊടുക്കുന്ന സമയം പ്രധാനമാണ് എന്നാണ്. എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്ന സമയത്ത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോണ്ടെക്സ്റ്റ് ഏതാണ്? യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ സമ്പത്തും ഇസ്ലാമിന് ആവശ്യമായ ഘട്ടത്തിൽ കൊടുക്കാതെ ചിലരെങ്കിലും മാറി നിന്നവരോടാണ് അള്ളാഹ് പറയുന്നത് എന്ത്? നിങ്ങൾ കൊടുക്കുന്ന സന്ദർഭം വളരെ പ്രധാനമാണ്. ഈ ഒരു പ്രയോഗം എന്ന് വെച്ചാൽ മക്കം ഫതഹിന് മുന്നേ കൊടുത്തവരും മക്കം ഫതഹിന് മുന്നേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചവരും അതിനുശേഷം സമർപ്പിച്ചവരെ പോലെ അല്ല. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം സമർപ്പിക്കുന്നവർക്കാണ് ദറജ കൂടുതൽ എന്നതിന് നമുക്ക് കുറേ പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം എപ്പോഴെങ്കിലും ചെയ്യുക എന്നതല്ല, ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ തന്നെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമികമായ എല്ലാ കാര്യത്തിലും മാത്രമല്ല ജീവിതത്തിൻ്റെ കാര്യത്തിലും നീട്ടിവെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാന നമ്മളൊരു പ്രശ്നമാണ്. നാളെ നന്നാകാം, നാളെ മുതൽ സുബ്ഹി തുടങ്ങാം, മറ്റന്നാൾ മുതൽ എല്ലാം ചെലവഴിച്ചു തുടങ്ങാം, സക്കാത്ത് അടുത്ത കൊല്ലം മുതൽ ക്ലിയർ ആക്കാം, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാം, നാളെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് ഇംഗ്ലീഷിൽ ഇതിന് പറയും. ഭയങ്കര നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവമാണ് നീട്ടിവെക്കുക എന്നുള്ളത്. ഇതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാന കാരണം മടിയാണ്. 2 ദേഹേച്ഛയാണ്, നമ്മളെ തന്നെ ദേഹേച്ഛയാണ്. മൂന്നാമത് മരണത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. കാരണം നമുക്ക് എവിടെയോ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്. എന്ത് നമ്മൾ പറയില്ല സെപ്റ്റംബർ 2 നന്നാന്നുള്ളത്. സെപ്റ്റംബർ 2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി അള്ളാഹിനോട് സെറ്റ് ചെയ്ത് കരാർ വെച്ച് അന്ന് നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഉറപ്പിക്കുകയാണ്. ഇതിൽ അള്ളാഹ് ഇവിടെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം കൊടുക്കേണ്ട സമയത്ത്, പ്രവർത്തിക്കേണ്ട സമയത്ത്, നിസ്കരിക്കേണ്ട സമയത്ത്, ഓടേണ്ട സമയത്ത്, പോകേണ്ട സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ പോകണമെന്നുള്ളതാണ്. ഇതിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം കഅബ് ബിൻ മാലിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, പിന്നെ തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് സഹാബികളിൽ എന്ന് വെച്ചാൽ ബദറിൽ പങ്കെടുത്ത സഹാബികളിൽ ഉണ്ടായിരുന്ന 3 പേര് ആ യുദ്ധത്തിൽ നിന്നും പോകാതെ മെല്ലെ മെല്ലെ മാറ്റിവെച്ച് എന്ത് ചെയ്തു? അവർക്ക് പോകാൻ പറ്റാതെയായി. എന്ന് വെച്ചാൽ അവർ മോശം ആൾക്കാരായതുകൊണ്ടല്ല, അവർ നാളെ പോകാം, നാളെ റെഡിയാകാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാതെ നിന്ന്. അവരെക്കുറിച്ച് അള്ളാഹു പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും പറയുന്നത് അവരെ പൂർണ്ണമായിട്ടും ബന്ധം മാറ്റിയിട്ട് അവർ പശ്ചാത്തപിക്കുന്നത് വരെ വല്ലാത്ത രംഗമാണ് അതിൽ പറയുന്നത്. അപ്പം ഇവർ വലിയ പിന്നെ നമുക്ക് പാഠമാണ്. അതിൽ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഅബ് ബിൻ മാലിക്കിന്റെ തന്നെ വാക്കുകളിൽ എന്ന് വെച്ചാൽ അള്ളാഹു പിന്നെ പുറത്തു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് പുറത്തു കൊടുത്ത ശേഷം അദ്ദേഹത്തിന്റെ തന്നെ മരണത്തോടടുക്കുമ്പം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ചരിത്രം. അദ്ദേഹം പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും തബൂക്ക് യുദ്ധ സന്നാഹത്തിൽ വ്യാപൃതരായിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പം എല്ലാവരും ഭയങ്കര ധൃതിപ്പെട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. യുദ്ധത്തിൽ പങ്കുകൊള്ളാൻ പ്രവാചകൻ മുസ്ലിങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഞാൻ മനസ്സിൽ കരുതും. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുന്നതോടെ ഒരലസത എന്ത് ചെയ്യും? ബാധിക്കും. തബൂക്ക് യുദ്ധം മാറ്റിവെച്ചിട്ട് നമ്മളൊരു സാധനം അവിടെ കൊണ്ടുവച്ചാൽ ഇത് വളരെ കൃത്യമാണ്.
എന്നാൽ ഇപ്പം ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറയും, വീട്ടിലെത്തുന്നതോടുകൂടി എന്ത് ചെയ്യും, നമ്മളൊരു അലസത ബാധിക്കും. ഇപ്പോഴേ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, പുറപ്പെടാനാകുമ്പോൾ ഒരുങ്ങിയാൽ മതിയല്ലോ, മരിക്കാനാകുമ്പോൾ ഒന്ന് ഹജ്ജൊക്കെ ചെയ്താൽ പോരെ, നാളെ അങ്ങനെയല്ല, പുറപ്പെടാനാകുമ്പോൾ ഒരുങ്ങിയാൽ മതിയല്ലോ. ഇങ്ങനെ സമാധാനിച്ച് ദിവസങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ സൈന്യം പുറപ്പെടാൻ സമയമായി. അപ്പോഴും ഞാൻ തയ്യാറെടുത്തിരുന്നില്ല. സൈന്യം പുറപ്പെടട്ടെ, അവർ തബൂക്കിൽ എത്തുന്നതിന് മുമ്പ് 1-2 നാൾക്കകം അവരോടൊപ്പം ചേരാമെന്ന്, അവസാനത്തെ ചേരാമെന്ന് മനസ്സിൽ കരുതി. പിന്നെയും ആ നശിച്ച അലസത എന്നെ പിടികൂടി. അങ്ങനെ സമയം അങ്ങ് കഴിഞ്ഞുപോയി എന്നാണ് പറയുക. ഈ ഒരു സഹാബിയെ കുറിച്ചാണ് ഖുർആനില് സൂറ തൗബയിൽ കുറേ ആയത്തുകൾ വെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പാഠം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തോ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. ചെയ്യുന്നത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളത് മുസ്ലിമിന്റെ സ്വഭാവമാകണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. രണ്ടാമത് അള്ളാഹു ഈ ഒരു പ്രയോഗത്തിലൂടെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ സന്ദർഭം കഠിനമാവുമ്പോഴും ടഫാവുമ്പോഴും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സന്ദർഭമാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. മക്ക വിജയത്തിന് മുന്നേ ഉള്ള സാഹചര്യം എന്താണ്? മക്ക വിജയത്തിന് മുന്നേ ഉള്ള സാഹചര്യം ആളില്ല, നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല, ആളുകളില്ല, കൂടെ 2 വിഭവങ്ങളില്ല, പൈസ ഇല്ല, ഒട്ടകങ്ങളില്ല, കുതിരയില്ല, വളരെ ശുഷ്കമായ ദുർബലമായ ഒരു ടീം. വിജയത്തിന്റെ ഒരു പ്രതീക്ഷയുമില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ, മറ്റന്നാൾ വിജയിക്കും. ഇന്ന് നമ്മൾ ഖുർആൻ ഓതുമ്പം പ്രവാചകനൊക്കെ ഭയങ്കര വിജയിച്ചു എന്നൊക്കെ പറയാം. അന്ന് അവരവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തില്ല, വിജയത്തിന്റെ ഒരു പ്രതീക്ഷയില്ല. ആകെ അവർക്ക് ഉണ്ടായിരുന്നത് പടച്ചോനിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള പ്രതീക്ഷയുമാണ്. ഈ സന്ദർഭത്തിൽ ത്യാഗം ചെയ്തവരെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അവര് ത്യാഗം ചെയ്തതുപോലെ നിങ്ങൾ ഇനി അതിനുശേഷം എത്ര ത്യാഗം ചെയ്താലും അവരെ പോലെ ആവൂല എന്ന് പറയുന്നത് ആ പ്രതിസന്ധിയെ കുറിച്ചാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. പ്രതിസന്ധിയുടെ സന്ദർഭം വരുമ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ഓടുകയാണോ ചെയ്യുന്നത്, നമ്മൾ എക്സ്ക്യൂസ് ആണോ പറയുന്നത് എന്നുള്ളത് നമ്മളെ കുറിച്ച് ആലോചിക്കുക. ഇത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവ്, വിശ്വാസി ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പ്രതിസന്ധിയാണ്. എന്ന് വെച്ചാൽ പ്രതിസന്ധിയൊക്കെ മാറിയിട്ട് നാളെ ചെയ്യാന്ന് വിചാരിച്ചാൽ എല്ലാ സമയത്തും ചുറ്റിലും എന്താണ്, ത്യാഗത്തിന്റെ സന്ദർഭങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രതിസന്ധിയിൽ പിന്നോട്ടടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരൊറ്റ കാരണമുള്ളൂ, അത് ഭൗതികമായ നഷ്ടമാണ്. സമയം നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, ബന്ധങ്ങൾ നഷ്ടപ്പെടും. പ്രതിസന്ധിയിൽ എന്തുകൊണ്ട് മനുഷ്യൻ പിന്നോട്ടടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഭൗതിക നഷ്ടമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും പരലോകത്തിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും പ്രതിസന്ധിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഈ പ്രതിസന്ധിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമൂഹികവും ഉണ്ടാകാം, വ്യക്തിപരവും ഉണ്ടാകാം. സാമൂഹികം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്ലാം ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന സമയത്ത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടന ഏറ്റവും ചെറുതായിരിക്കുമ്പം അതിനുവേണ്ടി ആരും ഇല്ലാതിരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പം ഇസ്ലാമിക മാർഗത്തിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയുക. ഇതാണ് സാമൂഹ്യം. നിങ്ങൾ ഗസ എടുത്തു നോക്കുക, ഗസയുടെ കൂടെ ആൾക്കാർ നിൽക്കാത്തതിന്റെ ഒരു കാരണം വിജയപ്രതീക്ഷയില്ല, പ്രതിസന്ധിയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഫാസിസം ഇങ്ങനെ നിൽക്കുമ്പം ഇപ്പം മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിന്നിട്ട് പോരാടുന്നതിനാണ് എന്ത്, മക്കം ഫതഹിന് മുന്നേ ഉള്ളതിന്റെ ഗുണമുണ്ടാകാം. അതേപോലെ വ്യക്തിപരമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രതിസന്ധി ഏതാണ്, നമ്മുടെ ചാലഞ്ചിങ് സിറ്റുവേഷൻ ഏതാണ്, നമ്മുടെ ദൗർബല്യമുള്ള മേഖലകളാണ്. നമുക്ക് സുബഹി നമസ്കരിക്കാൻ എണീക്കലാണോ ഏറ്റവും ബുദ്ധിമുട്ട്, അവിടെ സുബഹി എണീറ്റ് കാണിക്കലാണ് മക്കം ഫതഹിന് മുന്നേ ഉള്ള പ്രതിസന്ധി. നമുക്ക് പൈസ കൊടുക്കാനാണോ മടി, ആ ഏരിയയിൽ നമ്മൾ പിന്നെ ത്യാഗം ചെയ്യുന്നതാണ് എന്ത്, പ്രതിസന്ധിയിൽ ഇതാക്കുക. നമ്മുടെ ദൗർബല്യമുള്ള മേഖല ഏതാണ്, അവിടെ നമ്മൾ എഫേർട്ട് കാണിക്കുക എന്നുള്ളതാണ് അവിടെ. ഇതിന് കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റും. 1-2 ഉദാഹരണം മാത്രം പറയാം. ഒന്ന് അൻസാരികളും മുഹാജിരികളാണ്. അൻസാരികളും മുഹാജിരികളും എന്തിനാണ് ഖുർആൻ ഇത്രയും എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധിയിൽ അവരെന്ത് ചെയ്തു ഇത്. അതുകൊണ്ടാണ് മുഹാജിരികളെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അവരെ വീടുകളിൽ നിന്നും അവർ പുറത്താകപ്പെട്ടത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവരെന്താ ചെയ്യുന്നത്, അള്ളാന്റെ റിള പ്രതീക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഇറങ്ങി ഓടി. അൻസാരികളെ കുറിച്ച് പറയുന്നത് എന്താണ്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് സ്വന്തം നഷ്ടം പറ്റുമ്പോഴും അവരെന്ത് ചെയ്തു,
മുഹാജിരീങ്ങളെ സഹായിക്കാൻ വേണ്ടി റെഡിയായി എന്നുള്ളതാണ്. ഇതാണ് പ്രതിസന്ധിയിൽ ഇതാക്കുക. രണ്ടാമത് നമുക്ക് ഉള്ള ഉദാഹരണം ഹുദൈബിയ സന്ധിയിലെ സഹാബത്താണ്. ഹുദൈബിയ സന്ധിയിലെ സഹാബത്ത്, നിങ്ങൾ ആലോചിക്കുക ആ സിറ്റുവേഷൻ. ആരുമില്ല, പിന്തിരിഞ്ഞു ഓടാൻ വേണ്ടിയിട്ട് പ്രവാചകൻ പറയാണെന്ത്, നമുക്ക് പിന്തിരിഞ്ഞു പോകാം എന്ന് പറയുമ്പം പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന സഹാബികൾ. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ആ ഗുഹയിൽ, സൗർ ഗുഹയിൽ പെട്ട സന്ദർഭം. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഏത് സന്ദർഭത്തിലാണെന്നറിയോ? തബൂക്ക് യുദ്ധത്തിൽ കുറെ മുസ്ലിങ്ങൾ മാറി നിൽക്കുമ്പം അവർക്ക് പ്രചോദനമായിട്ടാണ് അള്ളാഹ് പറയുന്നത്. എന്ത്? സൂറ തൗബയിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറു ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർള്. നിങ്ങളോട് അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഒട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അവർക്കൊരു മാതൃകയായിട്ട് പറയുകയാണെന്ത്, ആ ഗുഹയിൽ 2 പേരിൽ ഒരാളായിട്ട് 2 പേർ അവിടെ പെട്ടപ്പോൾ എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്ന് പറയുന്നതിനെ ഒരു പ്രചോദനമാക്കി പറയുന്നതാണ്. അപ്പം പ്രതിസന്ധിയിൽ എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട്, ഒരു തെറ്റായ ഉദാഹരണം. അത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെയാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാം പ്രതിസന്ധി വന്നപ്പോൾ ഓടിയതാണ് അള്ളാഹു അതിനെ പറയുന്നത്. യൂനുസ് നബി അലൈഹി ഇസ്ലാം മോശക്കാരനല്ല ആയിട്ടല്ല പറയുന്നത്. യൂനുസ് നബി അലൈഹി ഇസ്ലാം അതിനുശേഷം വിജയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ യൂനുസ് നബി അലൈഹി ഇസ്ലാം ആ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ഓടിയതിനെ അങ്ങനെ ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഇതിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു പാഠം, പ്രതികരണമാണ് അള്ളാഹു നോക്കുന്നത് എന്നുള്ളതാണ്. പ്രതികരണമാണ്, സന്ദർഭമല്ല വിഷയം, പ്രതികരണമാണ് അള്ളാഹു നോക്കുന്നത്. ഭൗതിക ഫലമല്ല, നീയത്താണ് പ്രധാനം. പ്രതിസന്ധിയിൽ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം കൊടുത്താൽ വിജയിക്കണമെന്നില്ല, ഭൗതികമായിട്ട് വിജയിക്കണമെന്നില്ല. പക്ഷെ അള്ളാഹു എന്താ പറയുന്നത്? നിങ്ങൾ ഏത് സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് വിഷയം. കുറേ ഉദാഹരണം പറയാൻ പറ്റും. ഇപ്പൊ അമ്മാറും യാസറും റളിയല്ലാഹു അൻഹു അവർ ഷഹീദാകുന്നത് എവിടെയാണ്? മക്കി കാലഘട്ടത്തിലാണ്. പക്ഷെ അവരുടെ ഷഹാദത്തിനോളം ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. മദീന കാലഘട്ടത്തിൽ ഇസ്ലാം ഭരണത്തിലിരിക്കുമ്പം അവരെത്ര ഇതാക്കിയാലും അവരുടെ ഷഹാദത്തോളം ചെയ്യാൻ കഴിയില്ല. അതാണ് ഷഹാദത്ത് കൊടുക്കുന്നവർ നമ്മളെക്കാൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ ജീവിക്കാനുള്ള കാരണം? അവർ പ്രതിസന്ധിയിൽ. അള്ളാഹുവിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഭൗതിക ഫലമല്ല, അതിൻ്റെ പ്രതികരണമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഗസ നമുക്ക് ഉദാഹരണമാണ്. നമ്മളിനി എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും ഗസയിലെ ഒരു കുഞ്ഞനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ ഒരാൾ മരിച്ചു വീഴുന്ന അയാൾക്ക് കിട്ടുന്ന ഒരു അജ്ർ, അതിനോളം നമുക്ക് എത്താൻ കഴിയും. നമ്മുടേതായ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അളന്ന് നോക്കുമ്പം അള്ളാഹു അളക്കുന്നത് എന്താണ്? ഭൗതിക വിജയമല്ല, അവരേത് സാഹചര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് അള്ളാഹു വിജയിക്കുക. ഇതില് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ എന്നാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഇതുമായി നേരെ ബന്ധമുള്ള സാധനമാണ്. അൽ ഖബീർ ആരാണ്? അൽ ഖബീറും അൽ അലീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, അള്ളാന്റെ ജനറൽ നോളജിനെ കുറിച്ചുള്ള ജനറൽ പ്രയോഗമാണ്. അൽ ഖബീർ എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹു ആ പ്രയോഗം പ്രയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കം ഫതഹിന് മുന്നേ ഉള്ള ത്യാഗമാണ് അള്ളാഹ് അളക്കുന്നത്. അത് മനസ്സുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ്. അള്ളാഹു എന്താണ്? മനസ്സറിഞ്ഞിട്ട് നീയത്തറിഞ്ഞ് വിചാരണ ചെയ്യുന്നവനാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? മനസ്സിന്റെ നീയത്ത് അവിടെ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വിഷയം. എന്താണ് രണ്ടാമത്തെ വിഷയം? നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല? ആദ്യത്തെ വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെതായിരിക്കെ അനന്തരാവകാശം. രണ്ടാമത്തെ വിഷയം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല? ഇപ്പോഴാണ് ചെലവഴിക്കേണ്ടതെന്നിരിക്കെ. ഇന്ന് ചെലവഴിച്ചില്ലെങ്കിൽ ഇന്ന് ചെലവഴിച്ചാൽ നാളെ ചെലവഴിച്ചതുപോലെയല്ല, ഇന്ന് തന്നെ ചെലവഴിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത് അള്ളാഹ് തരുന്ന ഇൻസ്പിറേഷൻ പ്രചോദനം എന്ന് പറയുന്നത് മന്ദല്ലദീ യുക്രിദുല്ലാഹ ഖർളൻ ഹസന എന്നാണ്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഉത്തമമായ കടം കൊടുക്കുന്നവൻ ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആന്റെ ഇത് ശരിക്കും ഇങ്ങനെ വായിക്കുമ്പം ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് തോന്നും. ആദ്യത്തെ ആയത്തിൽ അള്ളാഹ് എന്താ പറയുന്നത്? അള്ളാഹിൻ്റെതാണ് എല്ലാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹ് എന്താ പറയുന്നത്? അള്ളാഹ്ക്കാരാണ് കടം കൊടുക്കുക എന്നുള്ളതാണ്. ശരി, നേരെ വായിക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് തോന്നുന്നത്. ഇത് അള്ളാഹുവിൻ്റെ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നതിൻ്റെ ഒരു പല തലങ്ങളിൽ, ഭയങ്കര സുന്ദരമായ തലങ്ങളിൽ ഒന്നാണ്.
കടം എന്ന് പറഞ്ഞാൽ എന്താണ്? കടം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു ഉറപ്പായിട്ടും കിട്ടും എന്ന ഉറപ്പിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്? കടം. കർലൻ ഹസന എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെലവഴിക്കുന്ന ഓരോന്നിനെയും അള്ളാഹു കർലായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹ് എന്ത് ആംഗിളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്? ഓരോന്നും തിരിച്ചു തരും എന്നാണ് പറയുന്നത്. തിരിച്ചു തരും എന്ന് മാത്രമല്ല പറയുന്നത്, ഫയുളായിഫഹു ലഹു എന്നാണ്. എന്ന് വെച്ചാൽ അത് ഇരട്ടിക്ക് തരും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു വിഷയം തന്നെ അള്ളാഹു പല ആംഗിളിൽ നിന്നും പറയാണ്. ഇവിടെ ഏതാണ് ആംഗിള്? നമ്മുടെ ഗുണമാണ് എന്ന ആംഗിളിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെതാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം എന്നിരിക്കെ, എന്ന് വെച്ചാൽ സമ്പത്തിൻ്റെയൊക്കെ നിയന്ത്രണം അള്ളാഹുവിൻ്റെതാണെന്നിരിക്കെ ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ചോയ്സോടുകൂടി ചെലവഴിക്കാനുള്ള ഒരു ഫ്രീഡം ഓഫ് ആക്ഷൻ എന്തുണ്ട്? നമുക്കുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? കർൽ ഹസൻ എന്നുള്ള പ്രയോഗം പഠിപ്പിക്കുന്നു. കർൽ ഹസനില് പിന്നെ അള്ളാഹ്ക്ക് ഇതിൽ വേറൊരു സാമൂഹിക വശമുണ്ട്. നിങ്ങൾക്ക് ഇസ്ലാമിനെയൊക്കെ ദഅവത്ത് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു പോയിന്റാണ്. അള്ളാഹ്ക്ക് കടം ആവശ്യമില്ല. അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ കടം കൊടുക്കണം എന്ന് പറയുമ്പം ആർക്കാണ് ശരിക്കും ഉപകാരപ്പെടുന്നത്? അത് സമൂഹത്തിനും ദരിദ്രർക്കുമാണ് ഉപകാരപ്പെടുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം എന്ന് പറയുന്നതൊക്കെ ശരിക്കും ഉപകാരപ്പെടുന്ന ആർക്കാണ്? മനുഷ്യർക്കും സമൂഹത്തിനുമാണ് എന്നുള്ളതാണ്. നിങ്ങൾ നമസ്കരിക്കണം എന്നല്ല പറയുമ്പോഴും നമസ്കാരം യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുന്ന ആർക്കാണ്? യത്തീമിനും വഴിപോക്കർക്കുമാണ്. അതാണ് സൂറ മാഊൻ പറയുന്നത്, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ഒരു നമസ്കരിക്കുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യൂല? അനാഥയെ ആട്ടിയകറ്റൂല. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നത് ഉപകാരപ്പെടുന്ന ആർക്കാണ്? ഒരു അനാഥക്കാണ്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ കടം കൊടുക്കുമ്പം അത് ഉപകാരപ്പെടുന്നത് വയനാട്ടിലെ ഏതോ പ്രളയം വന്ന ഒരു മനുഷ്യനായിരിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സാമൂഹിക വശം എന്നുള്ളതാണ്. ഇവിടെ കർല് ഹസൻ എന്തിനാണ് ഉപയോഗിച്ചത്? ഹസൻ എന്നുള്ളത്. ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ പഠിക്കേണ്ട ഒരു പോയിന്റാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായത്, ഏറ്റവും പെർഫെക്റ്റ് ആയത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു കടം, ഏറ്റവും നല്ല കടം എപ്പോഴാകാം? അത് ഇഷ്ടത്തോടുകൂടി മനസ്സറിഞ്ഞ് നിഷ്കളങ്കമായി അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് കർല് ഹസനായിട്ട് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്നുള്ളതാണ്. അവസാനത്തെ വിഷയം യുളായിഫഹു ലക്കും എന്നാണ്. അള്ളാഹു ഇരട്ടിച്ച് തരുമെന്നാണ്. ഇതൊരു ക്ലാസ്സിൽ എത്ര പറഞ്ഞാലും ഇതിൻ്റെ സൗന്ദര്യം എന്ത് ചെയ്യാൻ കഴിയില്ല, പറഞ്ഞുതരാൻ കഴിയില്ല. എത്ര പറഞ്ഞാലും സ്വയം ആലോചിക്കാതെ ഇതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവില്ല. അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഊഹിക്കുന്ന അളവിൻ്റെ അപ്പുറം ഉള്ളൊരു സാധനമാണ്. അള്ളാഹ് മനസ്സമാധാനം തരും എന്ന് പറയുന്നത് ഭൗതികമായി നിങ്ങൾ എത്ര അളന്നാലും അതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടൂല. അള്ളാഹ് ഇരട്ടിപ്പിച്ച് തരും എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലുള്ള 10,000-ഉം 20,000-ത്തിൻ്റെ ഒക്കെ അപ്പുറമുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും. അള്ളാഹ് ഇരട്ടിപ്പിച്ച് തരും എന്ന് പറയുന്നത് മനസ്സ് നിറയുന്നൊരവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനസ്സ് നിറയുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. നമുക്ക് എപ്പോഴാണ് അവസാനമായിട്ട് മനസ്സ് നിറഞ്ഞത്? മനസ്സ് നിറയുന്നത് പലപ്പോഴും അത് ക്വാണ്ടിറ്റിയിലല്ല ഉള്ളത്, ക്വാളിറ്റിയിലാണ് ഉള്ളത്. ചിലപ്പം നമുക്കൊരു 10,000 റിയാലിൻ്റെ ഒരു സാധനം കിട്ടിയാൽ പോലും നമുക്ക് മനസ്സറിയില്ല. ഒരാൾ കെട്ടിപ്പിടിച്ച് കണ്ണ് നനഞ്ഞ് അയാൾക്ക് ഇല്ലാത്ത പൈസ കൊണ്ട് ഒരു 500 റിയാൽ കൊണ്ട് നമുക്കൊരു സാധനം തന്നാൽ നമ്മളെ മനസ്സറിയും. അള്ളാഹ് തരുന്നതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്, അള്ളാഹ് തരുന്നതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഇതാക്കാൻ കഴിയില്ല. എന്നാൽ പോലും അള്ളാഹു ഖുർആനിൽ വളരെ സുന്ദരമായിട്ട് ഇത് ഉദാഹരിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണം മാത്രം പറയാം, 2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, സൂറ ബഖറയിൽ എങ്ങനെയാണ് അള്ളാഹു ഇരട്ടിപ്പിച്ച് തരുന്നത് എന്നതിൻ്റെ ഉദാഹരണം അള്ളാഹു ഒരു തോട്ടത്തിനെ വെച്ചുകൊണ്ട് പറയാണ്. വമസലുല്ലദീന യുംഫിഖൂന അംവാലഹും ഇബ്തിഗാ മർളാത്തില്ലാ. അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹിൻ്റെ റിള പ്രതീക്ഷ കൊണ്ട് നിങ്ങൾ ചെലവഴിച്ചാൽ, വതസ്ബീതം മിൻ അൻഫുസിഹിം, മനസ്സിനെ ദൃഢപ്പെടുത്തുന്ന രീതിയിൽ ചെലവഴിച്ചാൽ, കമസലി ജന്ന, അതെന്താണ്? ഒരു തോട്ടത്തിനോടാണ് ഉപമിക്കുന്നത്. ബി റബ്വത്തിൻ അസാബഹ വാബിലും ഫആതത് ഉകുലഹാ ലിഉഫൈൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടം പോലെയാണ്. അതിനൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് 2 ഇരട്ടി കായ്ക്കനികൾ നൽകി. എന്നുവെച്ചാൽ അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നതിൻ്റെ ഉപമ ഒരു ഭയങ്കര ഉയർന്ന പ്രദേശത്തിലുള്ള ഒരു തോട്ടം പോലെയാണ്.
അതിന് കനത്തൊരു മഴ ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് 2 ഇരട്ടി കായ്ക്കനികൾ നൽകി. ഫഇല്ലം യുസിബ്ഹ വാബിലും ഫതല്ല. ഇനി അതിന് മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറൽ മഴ മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിൽ അതും മതിയാവുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനെ എങ്ങനെ അളക്കും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അള്ളാഹ് പറയുന്നത് നിങ്ങളൊരു തോട്ടത്തെക്കുറിച്ച് ആലോചിക്കാനാണ്. ഒരു മഴ പെയ്യുമ്പം ഇരട്ടിക്ക് ഫലം ചെയ്യുന്ന ഒരു തോട്ടം. ഇനി മഴ പെയ്തില്ല, ഒരു ചാറ്റൽ മഴ പോലും വീണാലും ഇഖ്ലാസോടുകൂടി നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പം അതിനെന്ത് ചെയ്യും? അതിന് ഇരട്ടിക്ക് പ്രതിഫലം നൽകുന്നത് അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇതേപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയും തിന്മയും കുറിച്ച് പറയുന്നത്. നന്മയും തിന്മയും കുറിച്ച് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ അവനൊരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് ആ നന്മ ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ അയാളുടെ പേരിൽ ആ നന്മ എഴുതണമെന്നാണ്. ഇതാണ് അള്ളാന്റെ മാർഗത്തിലുള്ള കണക്കിങ്ങനെയാണ് പോകുന്നത്. ഇനി ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് ആ നന്മ ചെയ്തു, അപ്പൊ അതിന്റെ 10 ഇരട്ടി എഴുതണം എന്നാണ് മലക്കുകളോട് പറയുന്നത്. ഇനി ഒരാൾ ഒരു തിന്മ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ അത് ചെയ്തില്ല, അപ്പൊ അയാളുടെ പേരിൽ അതൊരു നന്മയായിട്ട് എഴുതണമെന്നാണ്. ഇനി ഒരാൾ ഒരു തിന്മ ഉദ്ദേശിച്ചു, ആ തിന്മ ചെയ്തു, അയാളുടെ പേരിൽ ഒരൊറ്റ തിന്മയാണ് എഴുതേണ്ടത്. അള്ളാന്റെ കണക്ക്, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പം, അള്ളാന്റെ സാമീപ്യത്തിൽ നമ്മൾ ഉണ്ടാവുമ്പം, അള്ളാന്റെ ഇഷ്ടത്തിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ ഉള്ള കണക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ആ കണക്കിന്റെ സുഖവും ആ കണക്കിന്റെ മനസ്സിന്റെ പിന്നെ സംതൃപ്തിയുമൊക്കെ നമ്മുടെ അളവുകൾക്ക് അപ്പുറമാണ്. അത് നമ്മൾ തന്നെ ആലോചിച്ച് എന്നൊക്കെ പറയുമ്പോൾ സ്വർഗം എന്തായിരിക്കും എന്നും കൂടി നമ്മൾ ആലോചിക്കുമ്പം അള്ളാന്റെ മാർഗത്തിൽ ഇരട്ടിക്ക് ചെലവഴിക്കാൻ നമുക്ക് കൂടുതൽ പ്രചോദനമാണ് കിട്ടുക. നമ്മൾ ഇന്നത്തെ പഠിച്ച വിഷയം ഇൻഫാക്കാണ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്നുള്ളതാണ്. അതിന് അള്ളാഹു 3 ലോജിക്കാണ് പറയുന്നത്. ഒന്ന്, അള്ളാന്റെ അടുത്തേക്കാണ് ഈ എല്ലാം പോകുന്നത്, അള്ളാഹ് അൽ വാരിസാണ്. 2, എന്താണ്? നമ്മൾ ചെലവഴിക്കുന്ന സമയം പ്രധാനം, അതുകൊണ്ട് പെട്ടെന്ന് പ്രതിസന്ധിയിൽ ചെലവഴിക്കാണ് വേണ്ടത്. 3, എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹ് കടമായിട്ടാണ് കണക്കാക്കുന്നത്. എന്ത് ചെയ്യും? അള്ളാഹു ഇരട്ടിക്ക് തിരിച്ചു തരും. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ അവൻ്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിക്കാനും ആ ചെലവഴിക്കലിനൊക്കെ അങ്ങേയറ്റത്തെ പ്രതിഫലം ലഭിക്കാനും അതൊക്കെ നമുക്ക് മഹ്ശറയിൽ ഉപകാരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. പടച്ചോൻ ഗസയിലെ ജനങ്ങൾക്ക് മനസ്സമാധാനം കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ അള്ളാഹു നൽകുമാറാകട്ടെ. അവർക്ക് സഹായവും ധൈര്യവും ഒക്കെ അള്ളാഹു ധാരാളം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.